നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അച്ഛനോടൊരു വലിയ താങ്ക്സ് പറയാനുണ്ട്. എന്താ മോളെ? ഇത്ര പെട്ടെന്ന് സത്യാമ്മയുടെ മനസ്സ് മാറ്റി കളഞ്ഞില്ലേ? അതെന്റെ കടമയല്ലേ മോളെ. പ്രീതിയെ പോലെ തന്നെയല്ലേ എനിക്ക് നീയും. പ്രീതിയുടെ കാര്യോർത്ത് അച്ഛൻ വിഷമിക്കണ്ട. എല്ലാത്തിനും ഒരു വഴി തെളിയും. ആ സുസ്മിതയെ ശാരദാമ്മ ക്ഷണിക്കാത്തത് നന്നായി. അല്ലെങ്കിൽ അവൾ ഇതിനെന്തെങ്കിലും തുരങ്കം വെച്ചാന്. പക്ഷേ അവൾ ഇതിലും എങ്ങനെയെങ്കിലും നുഴഞ്ഞു കയറുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. ആന്റി, എന്താ മോളെ? നാളെ പൂജയ്ക്ക് ഞാൻ കൂടി വന്നോട്ടെ ശാരദാമ്മയുടെ വീട്ടിലേക്ക്? അത് മോളെ, ഞാൻ കൂടി വന്ന അങ്കിളുടെ കാര്യം എന്ത് ചെയ്യുന്നല്ലേ ആന്റി ആലോചിക്കുന്നേ? പൊന്നി, ഞാൻ എല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചോളാം. യോഗം ഉണ്ടായിരുന്നെങ്കിൽ ഈ വർഷം എനിക്കും ഒരു ദാമ്പത്യ പൂജ നടന്നേനെ. അതിന് ഭാഗ്യമുണ്ടായില്ല. ഇനി അത് കാണാനുള്ള ഭാഗ്യമെങ്കിലും എനിക്കുണ്ടാവും ആന്റി. സാരമില്ല, മോള് വന്നു എന്റെ കൂടെ. താങ്ക്സ് ആന്റി. വിഷ്ണുവേട്ടനൊപ്പം ദാമ്പത്യ പൂജയ്ക്ക് നിന്നെ എങ്ങനെ കയറൂരി വിടാൻ പറ്റുമോ ശാലിനി? കളത്തിൽ ഞാനും കൂടി ഒന്ന് ഇറങ്ങി നോക്കട്ടെ, നിന്റെ കഴുത്തറ്റ് വീഴിക്കാനുള്ള ആയുധങ്ങൾ എന്തെങ്കിലും കിട്ടുമെന്ന്. പ്രീതി, നീ ഇവിടെ വന്നിരിക്കായിരുന്നു. ഞാൻ നിന്നെ എവിടെയൊക്കെ നോക്കി. സാരമില്ല പ്രീതി, നമുക്ക് ദാമ്പത്യ പൂജ അടുത്ത വർഷം ചെയ്യാം. നല്ല ഗ്രാൻഡ് ആയിട്ട് തന്നെ. പൂജയിൽ പങ്കെടുക്കാൻ പറ്റാത്തതിന് എനിക്ക് വിഷമമല്ല അർജുനേട്ടാ. പക്ഷെ അമ്മയുടെ മനസ്സൊരുപാട് വിഷമിച്ചിട്ടുണ്ടാവില്ലേ? എത്ര ആശയോടെ ആവും അമ്മ എന്നെ വിളിക്കാൻ വന്നിട്ടുണ്ടാവുക. മനസ്സിലാവുന്നുണ്ട് പ്രീതി. പക്ഷേ എൻ്റെ അമ്മയുടെ സ്വഭാവം അറിയാലോ. രണ്ടാളും തമ്മിൽ ചേരില്ല. ശാലിനിയാണല്ലോ വിളിക്കുന്നത്. ശാലിനി അറിഞ്ഞിട്ടുണ്ടാവും ഇവിടെ നടന്നതൊക്കെ. ഹലോ ശാലിനി. അർജുനേട്ടാ, സംഭവങ്ങളൊക്കെ അറിഞ്ഞോ? ഞാനിവിടെ ഇല്ലായിരുന്നു ശാലിനി. കോടതിയിൽ നിന്ന് വന്നപ്പോഴാ പ്രീതി വിവരങ്ങളൊക്കെ പറഞ്ഞത്. ഞാൻ വിളിച്ചതേ നിങ്ങളെ രണ്ടാളെയും ദാമ്പത്യ പൂജയ്ക്ക് ക്ഷണിക്കാനാ. ശാലിനി, അത് അർജുനേട്ടൻ ആ ഫോണിങ് തന്നെ. ശാലിനി, വേണ്ട, എനിക്കൊരു പൂജയിലും പങ്കെടുക്കണ്ട. ഇനി നാണം കെടാൻ വയ്യ. അല്പ
എനിക്കിപ്പോ മനസ്സമാധാനം മാത്രം മതി. എന്താ പ്രീതി പറയുന്നത് മുഴുവൻ അങ്ങോട്ട് കേക്ക്. പൂജ നടക്കുന്നത് സത്യാമ്മയുടെ വീട്ടിൽ വെച്ചല്ല, എന്റെ വീട്ടിലാ. ശാരദാമ്മയുടെ വീട്ടിലോ? പ്രീതി ഫോണൊന്ന് സ്പീക്കറിലിട്ടെ. ഇപ്പോ സ്പീക്കറിലെ ശാലിനി. അർജുനേട്ടാ കേൾക്കുന്നുണ്ടോ? ഉണ്ട് ശാലിനി. എന്റെ വീട്ടില് ദാമ്പത്യ പൂജയ്ക്കുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്തിട്ടുണ്ട്. എന്റെയും ശാരികേച്ചിയുടെയും പ്രീതിയുടെയും ദാമ്പത്യ പൂജയ്ക്കുള്ള സജ്ജീകരണങ്ങളെല്ലാം അമ്മ ചെയ്തു വെച്ചിട്ടുണ്ട്. പ്രീതി അർജുനേട്ടനും കൂടി ഒന്ന് വന്നാ മാത്രം മതി. എന്റെ വീട്ടിൽ വെച്ചായതുകൊണ്ട് വസുമതി എന്റെ അറിയാനും പോകുന്നില്ല. നമുക്ക് എല്ലാവർക്കും കൂടി സന്തോഷമായിട്ട് പൂജ നടത്തി പിരിയാം. എന്താ വരാൻ പറ്റില്ലേ? ശാലിനി, പക്ഷേ അമ്മ ഇതൊരു അരമണിക്കൂറത്തെ കാര്യല്ലേ ഉള്ളൂ വക്കീലേ. ദേ അന്ന് നിങ്ങൾ പ്ലാൻ ചെയ്ത ഒളിച്ചോട്ടത്തിന്റെ അത്രയും വലിയൊരു റിസ്ക് ഒന്നും ഇല്ലല്ലോ. സത്യാമ്മയൊക്കെ വരുന്നുണ്ട് എന്റെ വീട്ടിലേക്ക്. പക്ഷെ പ്രീതിയെ പൂജയിൽ പങ്കെടുപ്പിക്കുന്ന കാര്യം ഞാൻ സത്യാമ്മയോട് പറഞ്ഞിട്ടില്ല. അതൊരു സർപ്രൈസ് ആയിട്ട് വെച്ചിരിക്കുക. കാറിന്റെ റേഡിയേറ്റർ ചൂടാവുന്നത് പോലെ ഇന്ന് മനസ്സൊന്ന് ചുട്ടുപൊള്ളിയതല്ലേ, അത് നമുക്കൊന്ന് തണുപ്പിച്ചെടുക്കാന്നേ. അല്ല അപ്പൊ എങ്ങനെ അർജുനേട്ടാ ചാടാൻ പറ്റുമോ? നോക്കാം. നോക്കിയാ പോരാ, നടക്കണം. അമ്പലത്തിലേക്കോ മറ്റോ ആണെന്ന് പറഞ്ഞ് ചാടുന്നേ. ശരി ശരി ശരി, അപ്പൊ ഞാൻ വെക്കുകയാണേ. നാളെ രാവിലെ കാണാം. ഓക്കെ. ഇപ്പൊ സന്തോഷമായോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.